ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ കേരളത്തിൻ്റെ പുറത്തേക്ക് ഒരു ട്രിപ്പ് പോവാണ് ഗായ്സ്. ട്രിപ്പ് പോവാണ് അവസാനം അങ്ങനെ. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ടെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ മണാലി പ്ലാനിന് വേണ്ടിയിട്ട്. അന്നാണ് യുദ്ധം വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞിട്ട് പോകാൻ. പിന്നെ എൻ്റെ കയ്യിൽ ഫണ്ടും പൊട്ടി ഞാൻ പാപ്പരായി ഗൈസ്. അതുകൊണ്ട് ടെൻറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ എടുത്ത് ടെൻറ്റ് സ്റ്റേ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ക്യാമ്പിംഗ് ഒരു വൈബിൽ 3 ദിവസമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് നമ്മുടെ ടെൻറ്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ കുഞ്ഞൊരു പോർട്ടബിൾ സ്റ്റൗ ഉണ്ട്, പിന്നെ കുറച്ച് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ നൂഡിൽസ് ആൻഡ് ബ്രെഡ്, അങ്ങനത്തെ കുറച്ച് പ്രോട്ടീൻ ബാർസ്, പാല്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്യേണ്ട തിരക്കിലാണ്. ഇന്ന് സൺഡേ ഞാൻ നൈറ്റ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറും. നാളെ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? സൗത്തിൽ തന്നെയാണ്, നിയർ ബൈ ആണ്. ഒരു 12 hours ട്രെയിനിലിരിക്കാനുള്ള ദൂരമേ ഉള്ളൂ. എല്ലാവരും കുറേയൊക്കെ പോകുന്ന സ്ഥലമാണ്. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടെൻറ്റ് ക്യാമ്പിംഗ് പ്ലസ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടൈമാണ്. ക്യാമ്പിംഗ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇടുക്കി അവിടെ എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആലപ്പുഴ ഭാഗത്തൊക്കെ ഞാൻ ഇങ്ങനെ ടെൻറ്റ് വെച്ചിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജേർണി ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പം ഓക്കെ, ഞാൻ പാക്ക് ചെയ്യട്ടെ. അപ്പം ഗൈസ്, ഞാനിതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ടോ, എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ബാഗ് എത്ര കുറച്ചിട്ടും അത്രയും വന്നു. പിന്നെ ടെൻ്റ് ഉണ്ട് ബാഗിൽ വെച്ച്, നല്ല വെയിറ്റ്. അപ്പം ഞാൻ സെപ്പറേറ്റ് കൈ പിടിക്കുകയാണ്. അതാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഈ ഒരു ഊബർ വിളിച്ച് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. 8:30-ക്ക് അതിനാണ് പോകുന്നത്. ഗൈസ്, എൻ്റെ കൂടെ ട്രിപ്പിൽ രാഹുലുണ്ട്. അവൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് നല്ല വഴക്ക് കേട്ടു. അതുകൊണ്ട് കുറച്ച് നേരം മിണ്ടാതിരിക്കണം. അപ്പുറത്ത് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അമ്മോട് പറഞ്ഞു, ഞാൻ മിക്കവാറും ആവുമ്പോൾ അവനെ ഞാൻ അവിടെ ക്ലിഫിന്റെ മേലെ നിന്ന് തല്ലിട്ട് കൊന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ അവനെ കൊല്ലും. മിക്കവാറും കൊല്ലും. ഹലോ ഗൈസ്, ഞങ്ങൾ ഗോകർണയിലെത്തി. ട്രെയിൻ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയിട്ട് വാള് വെച്ചു ഗൈസ്. ട്രെയിൻ ഇറങ്ങി വാള് വെച്ചു. അതെ, ആദ്യമായിട്ട് ഞാൻ ബസ്സിൽ പോകുമ്പം വാള് വയ്ക്കാറുണ്ട്. പക്ഷെ ട്രെയിനിൽ ഫസ്റ്റ് ടൈമാണ് വാള് വയ്ക്കുന്നത്. ഈ ട്രെയിൻ വല്ലാത്ത കുലുക്കാണ്. മരുസാഗർ എക്സ്പ്രസ് കുലുങ്ങി മനുഷ്യൻ്റെ ഊപ്പാറിറങ്ങി. വരയ്ക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല. ഒക്കെ ഓരോ കുലുക്കമാണ് ഭയങ്കരമായിട്ട്. ഓക്കെ, ഇനി ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോകും, എങ്ങനെ എവിടെ എത്തും, അല്ല ഗോകർണയ്ക്ക് എങ്ങനെ പോകും എന്നൊക്കെ അത് നോക്കണം. ബസ്സാണോ ടാക്സി വിളിക്കണോ എന്ന് അറിയില്ല. ഇവിടെ പോയിട്ട് ഇവിടെ കുറെ പശുക്കളൊക്കെ ഉണ്ടാവും. അതെ, ഇതാണ് ഗോകർണ റെയിൽവേ സ്റ്റേഷൻ. ഗോകർണ റോഡ് ഭയങ്കര വിജനമായിട്ട് കിടക്കുന്നു. ഇവിടെ ആരും ഇല്ല. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഗോകർണ മെയിൻ ബീച്ചിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ ഉണ്ട്, ഓട്ടോ എടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ വണ്ടി റെൻറ്റിന് കിട്ടും. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് 2 wheelers റെൻറ്റിന് കിട്ടും. അപ്പം നമുക്ക് ഓരോ ബീച്ച് ടു ബീച്ച് ഹൈക്കിങ് ആയതുകൊണ്ട് ഇവിടുന്ന് വണ്ടി എടുക്കുന്നില്ല. ഇവിടുന്ന് 1 kilometer പോയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇതാണ് ഗോകർണ മെയിൻ ബീച്ച് വരുന്നത്. ഇവിടെ അടുത്താണ് മഹാബലേശ്വര ടെമ്പിളൊക്കെ വരുന്നത്. അപ്പം ഇവിടെ കൂടുതൽ ആൾക്കാരും ബലി ഇടാനൊക്കെ നിറയെ വരും. അപ്പം നമ്മൾ ഗോകർണ മെയിൻ ബീച്ചിൽ നിന്ന് കുഡ്ലൈ ബീച്ചിലോട്ട് നടക്കാൻ പോവാം. ഇപ്പം നല്ല വെയില, സമയം 10:45 കുഡ്ലൈ ബീച്ച് പോണ വഴിയാണ് ശിവ കേവ്സ് വരുന്നത്. ശിവ കേവ്സ് കയറിയിട്ടാണ് പിന്നെ നമ്മൾ കുഡ്ലൈ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുന്നത് ശിവ കേവ്സ്. ഇത് അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അധികം ആഴമില്ല, തേരമില്ലാത്ത ബീച്ചസാണ്. അപ്പം നമുക്ക് കുളിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അധികം ആഴമില്ല, ചെറിയ വേവ്സാണ് വരുന്നത്. പക്ഷെ ഞങ്ങളിപ്പം കുളിക്കുന്നൊന്നുമില്ല, നേരെ കുഡ്ലൈ ബീച്ചിലോട്ടാണ് വരുന്നത്. ഈ വെയിലത്തൊന്ന് മാറി എന്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലിരിക്കണം. നല്ല വെയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ
ഗോകർണ മെയിൻ ബീച്ചിൽ നിന്ന് ശിവ ടെമ്പിളിലല്ല ശിവ കേവ്സിലോട്ട് നടക്കുകയാണ്. ശിവ കേവ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുഡ്ലെ ബീച്ച് വരുന്നത്. അപ്പം അത് രണ്ടും അങ്ങനെ കവർ ചെയ്ത് അടുത്തൊരു 1.2 കിലോമീറ്റേഴ്സാണ് ശിവ കേവ്സിലോട്ട് കാണിക്കുന്നത്. അവിടുന്ന് പിന്നെയും കുഡ്ലയിലോട്ട് നടക്കാനുണ്ട്. ഗോകർണ മെയിൻ ബീച്ചിൻ്റെ വ്യൂ ആണ്. അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിച്ചത്. സത്യം പറഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ ബീച്ചാണ് കേട്ടോ. ഭയങ്കര അധികം വേവൊന്നും ഇല്ലാതെ നല്ല ഒരു അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ ആയിരിക്കും എത്തുക. ഈ സ്റ്റെപ്പ് കയറി നേരെ മേലോട്ടുള്ള വഴി പോകണം. എന്നാലാണ് നമ്മൾ ശിവ കേവ്സിൻ്റെ അങ്ങോട്ടുള്ള റൂട്ട് വരുന്നത്. ഇത് കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ബാക്ക് പാക്ക് ഇട്ട് നടക്കൽ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. സ്റ്റെപ്പ് കഴിഞ്ഞു. 1.5 സ്റ്റെപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നടന്ന് വരാം. ഇങ്ങനെ ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്തിൽ കൂടെയാണ് ഗൈസ് ഞങ്ങൾ നടന്നു പോകുന്നത്. അയ്യോ, നല്ല വെയിലുണ്ട്. ഇവിടേക്കൊന്നും മഴയില്ല തോന്നുന്നു. ചുഴലിക്കാറ്റൊന്നും ഇങ്ങോട്ട് ബാധകമില്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ പുല്ലൊക്കെ കരിഞ്ഞാണ് ഗൈസ് നിൽക്കുന്നത്. വെയിൽ കാരണം കുറച്ച് ടയേർഡാവുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ നടക്കാനുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് കിട്ടും. മെയിൻ റോഡല്ല, റോഡ്. ഇത് ശരിക്കും റോഡെന്ന് പറയാൻ പറ്റില്ലല്ലോ, വഴികളാണ്. സോ നമുക്കിങ്ങനെ വെയിലും കൊണ്ട് നടക്കാം. നേരെ നമ്മൾ ആ ഗ്രൗണ്ട് കഴിഞ്ഞ് വന്ന് ഒരു റോഡെത്തും. ആ റോട്ടിൽ നിന്ന് റൈറ്റ് എടുക്കുക. ഓ മൈ ഗോഡ് ഗൈസ്, ഞങ്ങളിവിടെ ഏതൊക്കെയോ ഞങ്ങളിവിടെ ഏതോ കാടുമലയൊക്കെ കയറി എത്തുമോ അമ്മേ. കരിഞ്ഞ മല. സോ ഗൈസ്, ഇതാണ് ശിവ കേവ്സ് വരുന്നത്. ഇങ്ങനെ ഒരു പാറയുടെ ഇടയിൽ കൂടെ ഉള്ളൊരു ഗുഹയാണ് ആക്ച്വലി. കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. നല്ല വെയിലാണ്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. എൻ്റെ കൈയൊക്കെ ഫുൾ റെഡ് കളറായി. നല്ല ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റ് ആവട്ടെ. ഐസ് വയ്യാണ്ടായിട്ടിരിക്കുകയാണ്. ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിക്കും. പിന്നെ ഡീഹൈഡ്രേഷനും നല്ലതാണ്. ടാനടിച്ചല്ല, കൈയൊക്കെ റെഡായി. ഞങ്ങൾക്ക് ശരിക്കും വയ്യ. ശിവ കേവിൻ്റെ അവിടെ ഞങ്ങളുടെ ഷീറ്റ് വിരിച്ചിട്ട് കിടക്കണ്. അയ്യാ അമ്മേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇവിടുന്ന് കുഡ്ലെ ബീച്ചിലോട്ട് കുറേ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മാപ്പ് നോക്കുമ്പം 3.5 കിലോമീറ്റേഴ്സ്. അത് വണ്ടി പോകുന്ന റൂട്ടാണ്, നടക്കാനുള്ള റൂട്ട് കാണിക്കുന്നില്ല. അപ്പം ഇനി ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് അങ്ങോട്ടേക്കുള്ള ട്രെക്കിംഗ് വഴി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ശിവ കേവിൽ കയറിയിട്ട് കുഡ്ലെ പോവാം. ഓക്കെ. അങ്ങനെ നമ്മൾ ശിവ കേവ്സ് കണ്ടു. അതിൻ്റെ ഉള്ളിലോട്ട് അധികം നടക്കാനൊന്നുമില്ല, വളരെ ചെറിയൊരു കേവാണ്. അത് കണ്ടു. നമ്മൾ അവിടുന്ന് കുഡ്ലെ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ്സാണ് വാക്ക് പറയുന്നത്. ഇതാണ് വഴി. ഇപ്പം ഈ വഴി ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഹോസ്റ്റൽസ്, ഡോർമെറ്ററി പരിപാടികൾ ഒക്കെ ഈ ഭാഗത്തും അവിടെയൊക്കെ ആയിട്ടുണ്ട്. സോ അപ്പം അങ്ങനെയാണ് വി ആർ ഗോയിങ് ടു കുഡ്ലെ ബീച്ചിൻ്റെ ഒരെൻഡിലേക്ക്. എന്നിട്ട് അവിടുന്ന് പിന്നെ ആ അപ്പുറത്തെ എൻഡിൽ പോയിട്ട് വേണം നമുക്ക് ഓം ബീച്ചിലോട്ട് പോകാൻ. അങ്ങനെ സോ നമ്മൾ ഈ വഴിയാണ് കുഡ്ലെ ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുഡ്ലെ ബീച്ചിലോട്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു വഴി പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൂടെ ഞങ്ങൾ നോക്കുമ്പം കുറച്ചുകൂടെ ടൈം കൂടുതലെടുക്കും. അപ്പോൾ നമുക്ക് ഈ മരത്തിൻ്റെ ഷെയ്ഡൊക്കെ കൊണ്ട് ചുമ്മാ ഈ കുഞ്ഞു വഴി ഇടവഴി വഴി നമുക്ക് ഇറങ്ങി ബീച്ചിലോട്ട് പോവാം.
ഇവിടെ മഹേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി അവരെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ടെന്റ് ഒക്കെ അടിക്കാൻ സമ്മതിക്കും. അത് വേണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, നോക്കാം. ഞാൻ വീട്ടിൽ നോക്കൂ, എന്തോ ഒരു ഫ്ലവർ. സോ ഒരു സായിപ്പ് ഞങ്ങൾക്ക് ഇവിടെ വഴി കാണിച്ചു തരികയാണ്. നോർമൽ വഴിയല്ല ഇത്, നോർമൽ എല്ലാവരും പോകുന്ന വഴിയല്ല, അല്ലാതെ കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയാണ്. കുഡ്ലൈ ബീച്ചിൻ്റെ ഒരു എൻഡിലാണ് എത്തുക. അങ്ങനെ ഞങ്ങൾ കുഡ്ലൈ ബീച്ച് ഒരു എൻഡിലെത്തി ഞങ്ങളുടെ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലുക്ക് അറ്റ് ദാറ്റ്, കുറേ മാതാവന്മാർ വെയിലും കൊണ്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ വെയിൽ കാരണം ഞങ്ങൾക്ക് നടക്കാനൊന്നും വയ്യ. ഈ ബീച്ചിൻ്റെ ആ എൻഡിൽ വേണം നമുക്ക് പോകാൻ, അവിടെ നിന്ന് വേണം നമുക്ക് ഓം ബീച്ച് പോകാൻ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ പുറത്ത് തിരയും കണ്ട് വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല വെയിലാണ്. അപ്പം പവർ ബാങ്കും എല്ലാം ചാർജിന് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയതായിട്ട് ഫുഡും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പൺ എയറിന് കുക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമൊന്നും, ഇത് ഫുള്ളൊരു കുഞ്ഞ് ബീച്ചാക്കും, വേറെ ഒന്നും കാണുന്നില്ല. അപ്പം ഫുഡ് പറഞ്ഞിട്ടുണ്ട് ലൈറ്റായിട്ട് കഴിക്കാൻ, എന്നിട്ട് വേണം വെയിലൊന്ന് മാറിയിട്ട് ഇതിൻ്റെ എൻഡിൽ പോകാൻ. നമ്മുടെ സിസ്ലർ പേര് പോലെ തന്നെ സിർ 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 എന്ന് ശബ്ദം ഇപ്പോൾ കുറഞ്ഞു. വന്ന സമയത്ത് നല്ല സൗണ്ട് ആയിരുന്നു, ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ സിസ്ലർ. ഇതിൽ റൈസ് ഉണ്ട്, ഇതിൽ ചിക്കൻ, ഇതിൽ ബോയിൽഡ് വെജിറ്റബിൾ, പിന്നെ കുറച്ച് ഫ്രൈസും സോസും കാര്യങ്ങളൊക്കെയാണ്. രാഹുലിൻ്റെ വിശപ്പ് അതിര് കടന്നിരിക്കുന്നു. കഴിച്ചോ. ആക്ച്വലി ഞങ്ങൾ 1 മണിക്കൂറിൻ്റെ അടുത്തോടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടുന്നത്. ബട്ട് ചേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഗൈസ്, അപ്പം ഞങ്ങൾ പിന്നെയും നടക്കാൻ ആരംഭിച്ചു. കുഡ്ലൈ ബീച്ചിൽ ഒരെൻഡിൽ നിന്ന് അതർ എൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പുറത്ത് പോയിട്ട് ഓം ബീച്ച് പോകണം എന്നാണ്. ഇവിടെ കുറേ ബീച്ച് കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബീച്ചാട്ടോ. കുറച്ച് അപ്പുറത്തേക്കാളും കുറച്ചുകൂടെ തിര കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചിങ്ങനെ അവിടെ കുറച്ച് റോക്സും, അവിടെ ഒരു ക്ലിഫ് ആൻഡ് ഇവിടെ ഇതാണ്. ഇത്രയേ ഉള്ളൂ ബീച്ച്. അപ്പം ഇവിടുത്തെ എല്ലാ ബീച്ചും കുഞ്ഞു കുഞ്ഞു ബീച്ചുകളാണ്. വളരെ സെലക്റ്റീവായിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റൂ. എക്സ്പെഷ്യലി ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലുള്ളത്. ശാന്തിയായിട്ട് ഇരിക്കാൻ കുറച്ച് ഇതിൻ്റെ അപ്പുറത്താണ് ഗോവ വരുന്നത്. 2 സ്റ്റേഷൻ അപ്പുറമാണ് മഡ്ഗോവൻ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഗോവ കൂടുതലും കുറച്ചും കൂടെ പാർട്ടി ആൻഡ് ക്രൗഡ് കാര്യങ്ങളാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ എല്ലാവരും സമാധാനമായിട്ട് ചില്ല് ചെയ്യാനാണ്. അങ്ങനെയുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ബീച്ച് സൈഡാണ് പോക്കറിൽ. യു ക്യാൻ സീ നിറയെ ഫോറിനേഴ്സ് ഇവിടെ സൺഡേ തിങ്ങിനൊക്കെ വരുന്നത്. ഞങ്ങളവിടെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോഴും നിറയെ ആൾക്കാർ അവിടെ അട്ടപ്പൂരി വെളുത്ത ബീച്ചിലും ഇവിടെ സൺഡേ തിങ്ങിനൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പറ്റില്ല, എന്തിനാ. ഞങ്ങൾ ഇപ്പോൾ കുഡ്ലൈ ബീച്ചിൽ നിന്ന് ഓം ബീച്ചിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ആ വഴി. ഇങ്ങനെ പോയിട്ട് വേണം ഓം ബീച്ചിലെത്താൻ. ഓം ബീച്ചിലോട്ടുള്ളൊരു ട്രക്കിംഗ് വഴിയാണിത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. വിത്ത് ബാക്ക് പാക്ക് വയ്യ, അതുകൊണ്ടാണ് അധികം വീഡിയോ എടുക്കാൻ പറ്റാത്തത്. സോ ഒക്കെ കാണിച്ചു തരാം ഇതുപോലെ. അപ്പം ഇത് തന്നെയാണ് വഴി. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ വേർത്തു. അയ്യോ, ആക്ച്വലി നല്ല ബാഗിൻ്റെ വെയിറ്റ് കാരണമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ വണ്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ധീരമായി അയ്യോ നമ്മൾ ബീച്ചിലേക്ക് ട്രക്ക് ചെയ്യാണ് ഗൈസ്. വെൽക്കം ടു ഓം ബീച്ച്. ഇതിലെ ഇങ്ങനെ ഇറങ്ങിപ്പോണം. അപ്പം നമ്മൾ ഓം ബീച്ച് എത്തും. ഓം ബീച്ച് ഇസ് മച്ച് മോർ ലൈക്ക് ടൂറിസ്റ്റ് സ്പോട്ട്. കുറച്ച് ആൾക്കാരുണ്ട്. ബിക്കോസ് ഇത് ഓം ഷേപ്പിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഇതിന് ഓം ബീച്ച് എന്ന പേര് വരുന്നത്.
സോ ഇതാണ് ഓം ബീച്ച് വരുന്നത്. ഇതേ ഓം ബീച്ച് കുറച്ചുകൂടെ വലുതാണ് ബാക്കി നേരത്തെ കണ്ട ബീച്ചസിനെ അപേക്ഷിച്ച്. ഉണ്ടോ ഇങ്ങനെ അവിടെ ഒരു കുനിപ്പ് ഉണ്ട്, ആ ഒരു ഓം ഷേപ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഓം ഷേപ്പ് ഉണ്ട് ഈ ബീച്ചിന്. അതുകൊണ്ടാണ് ഇതിനെ ഓം ബീച്ച് എന്ന് പറഞ്ഞാൽ. ഞങ്ങളവിടെ മാറ്റ് വിരിച്ച് ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം ഈ സ്റ്റേകളോ കടകളോ ഒന്നുമില്ല. നേരത്തെ കണ്ട പോലെ ബീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ വേലിയാണ് പോകുന്നത്. അവിടെ അറ്റത്തൊരു കട എന്തോ ഉണ്ട്, വേറെ ഒന്നുമില്ല. നീ എവിടെയെങ്കിലും ടെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും ഞങ്ങളിപ്പം ഇപ്പോൾ സൺസെറ്റ് ടൈം, അപ്പം ഞങ്ങളിങ്ങനെ കുളിക്കാമെന്നുള്ള ലൈക്ക് ബീച്ചിൽ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു പബ്ലിക് ബാത്തൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടൊന്ന് കുളിക്കാനും ഒക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് കടലിൻ്റെ വ്യൂവും ആൾക്കാരെയും സൺസെറ്റൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ചെറിയ വേവുകൾ, കുറച്ച് ആൾക്കാർ, നല്ല തിര, അപ്പുറത്ത് സൺസെറ്റിൻ്റെ നല്ല ഓറഞ്ച് കളർ. എൻജോയിങ് ഇറ്റ്. കടലിൽ ഇറങ്ങണം, അതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. ഞങ്ങളിവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ക്യാമ്പിങ്ങിൽ സ്റ്റവ് ഉപയോഗിച്ച് ചെയ്തേക്കുവാണ്. ഗൈസ്, ഞങ്ങളുടെ മുട്ട ഓംലെറ്റും ഇവിടെ റെഡിയായി. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പട്ടിയോടെ വെള്ളം ഇറക്കിയിരുന്നു. അതിനോട് പോകാൻ പറഞ്ഞാൽ പോയി, മാന്യായ പട്ടി. അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങട്ടെ. നാളെ രാവിലെ ബാക്കി. വയ്യ ഗൈസ്, വയ്യ. ഗുഡ് നൈറ്റ്, ബൈ, ടാറ്റാ. ഇവിടെ ബീച്ചിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുക. അപ്പോൾ ഒരുത്തി ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, ഞങ്ങളുടെ അടുത്തേക്ക് കാവലിരിക്കുന്ന. ടെൻറ്റിൻ്റെ അവിടെ കറങ്ങി നടന്നായിരുന്നു. ഇതന്നെയാണോ അത്? ഇതുപോലെ ഒരുത്തി അവിടെ കറങ്ങി നടന്നായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഇരിക്കുന്നു.